നമ്മളെല്ലാവരും ഗ്രോ ബാഗിലും അതുപോലെ തന്നെ സിമൻറ്റ് യാക്കിലും ഒക്കെ കൃഷി ചെയ്യുന്നവരാണ്. ഈ ഗ്രോ ബാഗിലും സിമൻറ്റ് യാക്കിലും ഒക്കെ കൃഷി ചെയ്താൽ നല്ല വിളവ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അപ്പോൾ പൊതുവേ കാണുന്നതാണ്, നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത ഗ്രോ ബാഗ് പിന്നെ ഉപയോഗിക്കാറില്ല, അത് മാറ്റി വയ്ക്കുന്നതാണ് പതിവ്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിരുന്ന ആ ഗ്രോ ബാഗിലെ മണ്ണുകളൊക്കെ കട്ട പിടിച്ച് നമുക്ക് പൊതുവേ കൃഷിക്ക് യോഗ്യമില്ലാത്ത മണ്ണായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ഗ്രോ ബാഗ് മാറ്റി വയ്ക്കാനേ പാടില്ല. നമ്മൾ ഒരു തവണ ഒരു ഗ്രോ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു 9 തവണയെങ്കിലും നമ്മളതിൽ കൃഷി ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് നല്ല ഗുണമുള്ളൂ. അപ്പോൾ ഒരു തവണ നമ്മൾ കൃഷി ചെയ്ത ഗ്രോ ബാഗിലെ മണ്ണ് നമുക്ക് എങ്ങനെയാണ് വീണ്ടും കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ ഗ്രോ ബാഗ് നല്ല ഫലഭൂയിഷ്ടിയുള്ള മണ്ണാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ആരോഗ്യമുള്ള മണ്ണിലാണല്ലോ നല്ല കൃഷി നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രോ ബാഗിലെ മണ്ണ് ജീവനുള്ളതായിരിക്കണം. അതായത് ജീവാണുക്കൾ ധാരാളം വളരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കണം നമ്മളെ ഗ്രോ ബാഗിന് വേണ്ടത്. അതായത് ആദ്യം തന്നെ നമ്മുടെ മണ്ണിൻ്റെ ജീവൻ എങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ ആരും ഗ്രോ ബാഗിൽ പൊതയിടാറില്ല. എന്നാൽ മണ്ണിലെ കൃഷി രീതികൾക്കാണ് നമ്മൾ സാധാരണയായി പൊതയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളത്. എന്നാൽ അതല്ല വേണ്ടത്. നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോഴും എപ്പോഴും പൊതയിട്ട് കൊടുക്കണം. ഇതിന് കാരണം നമ്മുടെ മണ്ണിൽ ആകെ ഒരു 8-8.5 കിലോയായിരിക്കും മൊത്തം അതിൻ്റെ നമ്മൾ അടിവളവും അതുപോലെ തന്നെ മേൽവളവും ഒക്കെ കൊടുത്തുള്ള പോർട്ടി മിക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ലോസും അതുപോലെ തന്നെ മണ്ണിലെ നനവിൻ്റെ നഷ്ടവും ഒക്കെ ധാരാളമായിട്ട് ഇതിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നനയ്ക്കുന്നത് ഓസും അതുപോലെ തന്നെ പൈപ്പും ഉപയോഗിച്ചാണ് നമ്മൾ നനയ്ക്കുന്നതെങ്കിൽ കൂടുതലായും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസുകളുടെ ധാരാളം നഷ്ടമുണ്ടാവും. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ മണ്ണിൽ പൊതയിടുന്നത്, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ പൊതയിടേണ്ടത്. ഈ വേനൽക്കാലങ്ങളിലുണ്ടാകുന്ന അധികമായ ചൂടിൽ നിന്ന് രക്ഷ നേടുവാനും അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് അധികമായിട്ട് മണ്ണ് കുത്തിയൊലിച്ചു പോകാതിരിക്കാനും അതുപോലെ തന്നെ വേരുകൾ തെളിഞ്ഞ് മുകളിൽ വരാതിരിക്കാനുമൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ പൊത എന്ന് പറയുന്നത്. ഇനി പറയുന്നൊരു പേരാണ് മൾച്ചിങ്. അപ്പോൾ ഈ പൊതയ്ക്കായിട്ട് നമുക്ക് പെട്ടെന്ന് മണ്ണിൽ അഴുകിച്ചേരുന്ന പച്ചിലകളും അതുപോലെ തന്നെ കരിയിലകളും ഉപയോഗിക്കാം. ഇതിൽ പൊതയിടാനായിട്ട് എടുക്കുന്ന പച്ചില എന്ന് പറയുന്നത് നമ്മുടെ ശീമക്കൊന്നരയിലയും കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ പുരയിടത്തിൽ ധാരാളമായിട്ട് കിട്ടുന്നത് തേക്കിൻ്റെ ഇലയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് പൊതയിടാനായിട്ട് ഉപയോഗിക്കരുത്. ഈ തേക്കിൻ്റെ ഇല നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ പൊതയായിട്ട് ഇട്ട് കൊടുത്താൽ സാധാരണയായി നമ്മുടെ ഗ്രോ ബാഗിൽ വളരുന്ന പച്ചക്കറി ചെടികളെല്ലാം അതിന് മണ്ണിലായാലും ശരി ഈ മഞ്ഞളിച്ച് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ തേക്കിൻ്റെ ഇലയും മഹാഗണിയുടെ ഇലയും പേരയുടെ ഇലയും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇലകളാണ്. കാരണം ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ പൊതയിടാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ കമ്പോസ്റ്റായി ചേരാൻ വേണ്ടി തോന്നിയ സമയമെടുക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്, നമ്മൾ പൊതയിടാനായിട്ട് കരിയില ഉപയോഗിച്ചാലും നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഉപയോഗിച്ചാലും കരിയിലയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ കട്ടിയുള്ള കരിയിലകൾ കമ്പോസ്റ്റ് ആവുന്നതിന് നമ്മുടെ ഗ്രോ ബാഗിലുള്ള വെള്ളം 3/4 ഭാഗവും ഇത് വലിച്ചെടുക്കും. അത് പോരാത്തതിന് നമ്മുടെ ചെടികളിലുള്ള ഈർപ്പാംശം കൂടി വലിച്ചെടുത്ത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് സാധാരണ കണ്ടുവരുന്നത്. അതായത് നമ്മൾ പണ്ട് ഈ മാങ്ങയൊക്കെ ഉപ്പിലിടാൻ വേണ്ടി ഉപ്പും വാരിയിട്ട് വെച്ചേക്കുമ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഭരണി നിറച്ചും വെള്ളമായിരിക്കും. അതായത് ഉപ്പ് വെള്ളം. ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചില്ല എങ്കിൽ പോലും ഈ ഭരണിയിൽ കൂടുതലായും വെള്ളം കാണാം. ആ ഒരു സിറ്റുവേഷനാണ് നമ്മളെ ചെടിക്ക് ഉണ്ടാകുന്നത്. ചെടികളിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നതോടുകൂടിയാണ് ചെടികൾക്ക് ജലാംശം കിട്ടാതാവുകയും പഴുത്ത് നശിച്ചു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രോ ബാഗിലായാലും മണ്ണിലായാലും പൊതയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് അഴുകുന്ന പച്ചിലകൾ തന്നെ ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഈ പച്ചിലകൾ തിരക്കി നമ്മളവിടെ പോകും, ഈ ഉണക്ക സമയത്ത് അധികം പച്ചിലകളൊന്നും കിട്ടാനില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞ ഇലകൾ തന്നെ, അതായത് നമ്മുടെ കശുമാവിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലയും
ഈ പേരയിലയും എല്ലാം നമുക്ക് ശേഖരിച്ച ശേഷം കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചേക്കണം. അതൊരു 10-20 ദിവസം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നാൽ ഇതൊക്കെ അഴുകി തുടങ്ങും. ആ സമയത്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ ഇത് അധികം കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് വെള്ളം വലിച്ചെടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോ ബാഗിലെ നഷ്ടപ്പെടാതെ ചെടികൾക്ക് വേണ്ടുന്ന പോഷകങ്ങൾ, അതായത് കാർബൺ ധാരാളം ചെടിയുടെ ചുവട്ടിൽ വേരുകളിൽ എത്തിച്ചു കൊടുക്കുവാൻ ഈ കരിയിലേക്ക് പൊതയിടുന്നതിലൂടെയും മണ്ണിൽ നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നതിലൂടെയും സാധിക്കും. പൂർണ്ണമായിട്ട് അഴുകിയൊന്നും വേണ്ട കേട്ടോ. അഴുകുന്ന ഒരു പ്രക്രിയ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് മൾച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കാം, അതായത് പൊതയിടാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, നമ്മളൊക്കെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അധികം പച്ചിലകളും കരിയിലകളും ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ബാൽക്കണിയിലും മറ്റുമൊക്കെ കൃഷി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ കിട്ടുമല്ലേ, അത് നമ്മളെ ന്യൂസ് പേപ്പർ ഒന്ന് നനച്ച ശേഷം നമ്മുടെ ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലും ഒക്കെ പൊതയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ചെറിയ തോതിൽ, അതായത് 1-2 ലെയറായിട്ട് ചെറിയ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് മണ്ണിൽ ഈർപ്പാംശം നിലനിർത്താൻ പറ്റിയ ഒരു വഴിയാണ്. ഇതിലൂടെയും നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന അധികമായ വളനഷ്ടം കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ ചെറിയ നനവ് എപ്പോഴും ഗ്രോ ബാഗിൽ നിലനിൽക്കുകയും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂടുകയും ചെയ്യും. അതായത് നമ്മുടെ ഗ്രോ ബാഗിലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മാണുക്കളുണ്ട്. കാരണം നല്ല പോട്ടി മിക്സുകൾ നമ്മളിട്ടാണ് ഗ്രോ ബാഗ് നിറയ്ക്കാറുള്ളത്. അതായത് ഒരു പിടി മണ്ണിൽ കോടിക്കണക്കിന് ജീവാണുക്കൾ ജീവിക്കുന്നു എന്നാണ് നമ്മുടെ സ്റ്റഡി ബോർഡിൻ്റെ കണക്ക്. അപ്പോൾ നല്ലതുപോലെ വെയിലേൽക്കുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ചൂടാവുകയും അതിലൂടെ നമ്മുടെ ഗ്രോ ബാഗിലെ ജീവാണുക്കളുടെ എണ്ണം കുറയുകയും ചെയ്യും. മണ്ണിൽ ജീവാണുക്കൾ എത്രത്തോളം വളരുന്നോ അത്രത്തോളമായിരിക്കും നമ്മുടെ മണ്ണ് ജീവനുള്ളതാകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലെ ജീവാണുക്കളുടെ അളവ് കൂട്ടണമെങ്കിൽ നമ്മൾ മണ്ണിൽ കൃത്യമായും പൊതയിട്ട് കൊടുക്കണം. അതായത് നമ്മൾ പൊതയായിട്ടിട്ട് കൊടുക്കുന്ന ഗ്രോ ബാഗിലെ പച്ചിലയും കരിയിലയുമൊക്കെ അഴുകി നമ്മുടെ മണ്ണുമായിട്ട് ചേരുന്നതിലൂടെ നമ്മുടെ മണ്ണ് ജീവനുള്ളതായി മാറും. അതായത് നല്ല നനവുള്ള മണ്ണിൽ മാത്രമേ ഏറ്റവും കൂടുതലായിട്ട് സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂടൂ. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ നനവിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ മൾച്ചിങ്ങിലൂടെ ധാരാളമായിട്ട് പോട്ടി മിക്സിനുണ്ടാവും. അതായത് നമ്മൾ പൊതയിടുന്നതിലൂടെ സാധിക്കും. ഇത് മാത്രവുമല്ല, നമ്മുടെ മണ്ണിലേക്കുള്ള നല്ല വായു സഞ്ചാരത്തിനും ഈ പൊതയിടുന്നതിലൂടെ വളരെ സഹായകമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശീമക്കൊന്നയിലയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയും ഉപയോഗിച്ച് പൊതയിടുമ്പോൾ യാതൊരുവിധ കീടശല്യങ്ങളും നമ്മുടെ ചെടിക്ക് ഉണ്ടാവുകയുമില്ല. അതായത് ഈ 2 പച്ചിലയും ഉപയോഗിച്ച് പൊതയിടുന്നതിലൂടെ നമ്മുടെ കീടാണുക്കളുടെ വർധനവ്, മണ്ണിൽ കൂടിയുള്ള വർധനവ് കുറയുകയും നിമാവിരയുടെ ആക്രമണം പൊതുവേ നമുക്ക് മാറ്റിയെടുക്കുവാനും സാധിക്കും. അതായത് ശീമക്കൊന്ന ഇലയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയും ഉപയോഗിച്ച് നമ്മൾ ചെടിക്ക് പൊതയിട്ട് കൊടുത്താൽ ഈ മണ്ണിൽ കീടങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രാസഘടകങ്ങൾ ഇല്ല. അതിനെ നശിപ്പിക്കാനുള്ള രാസഘടകങ്ങൾ മാത്രമാണ് നമ്മുടെ ശീമക്കൊന്ന ഇലയിലും കമ്മ്യൂണിസ്റ്റ് പച്ചയിലും ഉള്ളത്. അതുകൊണ്ടാണ് കീടങ്ങൾക്ക് മണ്ണിൽ മുട്ടയിട്ട് പെരുവാനുള്ള ഒരു സാധ്യത അവിടെ കുറയുകയും അതിൻ്റെ വംശനാശം സംഭവിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലകൾ ഉപയോഗിച്ച് നമ്മൾ പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പരിധിവരെയുള്ള കീടശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിമാവിര എന്ന് പറയുന്ന ചെറിയ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മണ്ണിലുണ്ട്. അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നശിപ്പിക്കുവാനും ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും ഇട്ട് പൊതയിട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും. ഇത് അഴുകി മണ്ണിൽ ചേരുന്നതിലൂടെ. അഥവാ ഇനി ഒരു പക്ഷേ കീടങ്ങളുടെ ആക്രമണം ഏതെങ്കിലും ചെടിയിൽ കണ്ടു തുടങ്ങിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയാണ്, നമുക്ക് കുറച്ച് പപ്പായയുടെ ഇല നല്ല പച്ചവെള്ളം എടുത്ത ശേഷം അതിലേക്ക് മുക്കി വെച്ചിരുന്നാൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനെ നല്ലതുപോലെ ഞവടി പിഴിഞ്ഞെടുക്കുന്ന വെള്ളം നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അരിച്ചിട്ട് സ്പ്രേ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പത്തൂടെ നമുക്ക് കൈകൊണ്ട് തന്നെ കോരിക്കുടഞ്ഞ് നല്ലതുപോലെ കുളിപ്പിച്ച് കൊടുക്കാം. കാരണം അധിക പൈസ ചിലവൊന്നും ഇല്ലല്ലോ പപ്പായ ഇല. ഈ സമയത്തൊക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ധാരാളം പപ്പായ ഇല കിട്ടും. ഇതൊക്കെയാണ് നല്ല ജൈവ കീടനാശിനിയും.
അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് നമ്മൾ ധാരാളം പൊതയും അതുപോലെ തന്നെ പച്ചിലയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പൊതയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണിലെ ജീവാംശം ധാരാളമായിട്ട് വർദ്ധിക്കുകയും നമ്മുടെ വിളവ് ധാരാളം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ ഒരു ഗ്രോ ബാഗിൽ ഒരു കൃഷി ചെയ്തു എങ്കിൽ അടുത്ത തവണ വേറൊരു കൃഷി ചെയ്യാൻ നോക്കുക. കാരണം തുടർ കൃഷി ഒരിക്കലും ഗ്രോ ബാഗിൽ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഇത്തവണ നമ്മൾ പയറാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്തതെങ്കിൽ ആ ഗ്രോ ബാഗിൽ അടുത്തതിന് കൃഷി ചെയ്യുമ്പോൾ ഈ പയറിൻ്റെ ഇലകളെല്ലാം നമുക്ക് ഇതിന് പൊതയായിട്ടും അടിവളമായിട്ടും കൊടുക്കാം. ശേഷം അതിൽ വല്ല പച്ചമുളകോ വെണ്ടയോ വഴുതനയോ നടുക. പിന്നെ നമ്മൾ ഗ്രോ ബാഗ് കൃഷി ചെയ്താൽ നമ്മുടെ ഗ്രോ ബാഗിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കരിയില ഇതുപോലെ നമ്മൾ കൊണ്ടുവന്ന ശേഷം ഇതൊരു സിമൻറ്റ് ടാങ്കാണ്. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന അഴുകാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ബക്കറ്റിലോ മറ്റോ മുക്കി വെച്ച് നമ്മളൊരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരു 10-20 ദിവസം അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമ്മൾ കൃഷിക്കായിട്ട് ഇത് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും നല്ലതും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മച്ചാന്മാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം. അപ്പോൾ ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.